എല്ലാവർക്കും വീണ്ടും ഒരു കല്യാണ വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഈയൻ്റെ കല്യാണ ദിവസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശിശിരേച്ചീൻ്റെ. രാവിലെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴേ എല്ലാവരും തിളങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ വലിയ വലിയ ഫ്രണ്ട്സൊക്കെയാണ് എനിക്കുള്ളത്. ഇനി വേറൊരു ഫ്രണ്ടിനെ കാട്ടിത്തരാം. ഇതാണ് ബൈജു താട്ടൻ. യൂട്യൂബാ അങ്ങനെ കല്യാണച്ചക്ക വന്നപ്പോൾ ഞങ്ങൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു എൻട്രി ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അച്ഛൻ എന്തുകൊണ്ട് താടിയൊന്നും പഠിച്ചില്ല എന്ന് വെച്ചാൽ അച്ഛന് നെക്സ്റ്റ് മൂവിയിൽ ഈ വേഷം ഇങ്ങനെയാണ്, അതുകൊണ്ട് താടിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റൂല. ചേച്ചിമാർ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ അമലുവിനും ഒരു കൊതി. അങ്ങനെ അമലു വേഗം ചാരുവിൻ്റെ ഒക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത് അവിടെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സദ്യ കഴിക്കാനുള്ള കൊതിയൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് ക്ലാസ്മേറ്റ്സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു തല ബാക്കിൽ കൂടെ വന്നേ. എൻ്റെ നെയ്ബറാണ് ഈ താത്ത. ആളൂനൊപ്പം വർക്കുന്ന ടീച്ചറെ മോളെ കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് എത്താൻ വേണ്ടി വന്നാണ് ഞാനും സനമോളും. അപ്പോൾ ആളൂനെ ബസ് കയറ്റി വിട്ടു. ഇനി ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞ വെൽക്കം ഡ്രിങ്ക് സെറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട് അല്ല. ഞങ്ങൾ ഗ്രൂപ്പിൽ കല്യാണത്തിലാണ് പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ എവിടെയാണ് ഇരിക്കണതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അമ്മനു ഉറങ്ങിയ സമയത്ത് ജിൻചേച്ചിൻ്റെ കയ്യിൽ നിന്ന് അമലുവിന് എടുത്തു അമ്മ. ആ സമയത്താണ് ജിൻചേച്ചി കഴിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പുതുക്കത്തിന് പോവാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കല്യാണച്ചക്കൻ്റെ വീടൊക്കെ ഒന്ന് പോയി കണ്ടു. എന്നിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത്.
അങ്ങനെ അവിടുത്തതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. ആ വണ്ടിയിൽ ഇരുന്നിട്ട് നന്ദി എനിക്ക് ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അത്രയുള്ളൂ ഗൈസ്. ബൈ.